ഇത് ആർദ്ര വിശ്വനാഥൻ. എൻ്റെ ചേട്ടൻ്റെ മോൻ കല്യാണം കഴിക്കാൻ പോകുന്ന കുട്ടിയാണ്. മോഹൻ ആർദ്രയെ തീർത്ഥയ്ക്ക് പരിചയപ്പെടുത്തി. ആർദ്രയെ നോക്കി ചിരിക്കുമ്പോൾ ഇവർക്ക് തന്നോട് എന്താണ് പറയാനുള്ളത് എന്നുള്ള സംശയത്തിലായിരുന്നു തീർത്ഥ. തീർത്ഥ ഇരിക്കൂ, മനോഹരമായി പുഞ്ചിരിച്ചുകൊണ്ട് ആർദ്ര പറഞ്ഞു. തീർത്ഥ ഇരുവരെയും ഒന്ന് നോക്കിക്കൊണ്ട് അവർക്ക് അഭിമുഖമായിരുന്നു. എന്താ പറയേണ്ടത്? ഹോട്ട് ഓർ ചിൽ? ആർദ്ര തൻ്റെ നീണ്ടു വളഞ്ഞ പുരികം ഉയർത്തി. ഒന്നും വേണ്ട. തീർത്ഥ തല വെട്ടിച്ചു. അത് ശരിയാവില്ല. ചെറിയച്ചാ, ഫ്രഷ് ജ്യൂസ് പറയൂ. ആർദ്ര മോഹനെ നോക്കി. ഓക്കെ. മോഹൻ ക്യാബിനിൽ തന്നെയുള്ള ഒരു സ്വിച്ചിൽ വിരലമർത്തി. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഓർഡർ എടുക്കാനായി ആളെത്തി. മോഹൻ 3 ഫ്രഷ് ജ്യൂസ് ഓർഡർ ചെയ്തു. തീർത്ഥ ആശങ്കയോടെ അവരെ തന്നെ നോക്കിയിരിക്കുകയാണ്. അവർക്ക് വലുതായ എന്തോ തന്നോട് പറയാനുണ്ടെന്ന് അവരുടെ മുഖഭാവത്തിൽ നിന്നും അവൾക്ക് തോന്നി. തീർത്ഥ ഭയങ്കര ടെൻഷനിലാണെന്ന് തോന്നുന്നല്ലോ. ആർദ്ര അവളുടെ കയ്യിൽ പിടിച്ചപ്പോൾ പഞ്ഞിക്കെട്ട് കൊണ്ട് കയ്യിൽ ഒഴിഞ്ഞതുപോലെയാണ് തീർത്ഥയ്ക്ക് തോന്നിയത്. അത്രയ്ക്കും മൃദുലമായിരുന്നു അവ. എന്താ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ എനിക്ക് പോകാമായിരുന്നു. വീട്ടിൽ അനിയത്തി തനിച്ചാണ്. ഇടത് കൈത്തണ്ടയിൽ കെട്ടിയിരുന്ന വാച്ചിൽ സമയം നോക്കിക്കൊണ്ട് തീർത്ഥ പറഞ്ഞു. ഓക്കെ. ആർദ്ര മോഹനെ പാളി നോക്കി. എങ്ങനെ തുടങ്ങുമെന്നാലോചിക്കുകയാണ് അയാൾ. മാധവനെ തീർത്ഥ അറിയുമോ? ആർദ്ര പതിയെ തുടങ്ങി. ഇല്ല. അവൾ മുഖം വെട്ടിച്ചു. മഹേശ്വർ സാറിൻ്റെ മോനാണ്, മാധവ് മഹേശ്വർ. ആർദ്ര വിശദീകരിച്ചു. ആ. തീർത്ഥ തലയാട്ടി. അപ്പോൾ അവൾക്ക് ആളെ മനസ്സിലായി. മാധവും ഞാനും തമ്മിലുള്ള കല്യാണമായിരുന്നു നിശ്ചയിച്ചിരുന്നത്. ആർദ്ര പറഞ്ഞു. ഇതൊക്കെ തന്നോട് എന്തിനു പറയുന്നു എന്നുള്ള ഭാവമായിരുന്നു തീർത്ഥയുടെ മുഖത്ത്. ഇതൊക്കെ ഞാൻ എന്തിനാ തീർത്ഥയോട് പറയുന്നത് എന്നായിരിക്കും തീർത്ഥ ഇപ്പോൾ മനസ്സിൽ ആലോചിക്കുന്നത്, അല്ലേ? മനസ്സ് വായിച്ചതുപോലെ ആർദ്ര പറഞ്ഞപ്പോൾ അവൾ കണ്ണുമിഴിച്ചു. മോളെ, ഞങ്ങൾ പറയാൻ പോകുന്ന കാര്യം കേട്ട് മോള് ടെൻഷനാവുകയോ ശബ്ദമുണ്ടാക്കുകയോ ചെയ്യരുത്. ആലോചിച്ചിട്ട് ഒരു തീരുമാനം പറഞ്ഞാൽ മതി, മോഹൻ പറഞ്ഞു. മോഹൻ സാർ മോളെ എന്നൊക്കെ വിളിച്ചപ്പോൾ തീർത്ഥയ്ക്ക് വല്ലാത്ത സന്തോഷം തോന്നി. എങ്കിലും എന്തുകൊണ്ടാകും സാർ അങ്ങനെ വിളിച്ചത് എന്നുള്ള ആശങ്കയുമുണ്ട് അവളുടെ മനസ്സിൽ. തീർത്ഥ അയാളെ നോക്കിയിരുന്നതല്ലാതെ പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞില്ല. അപ്പോഴേക്കും അവർ ഓർഡർ ചെയ്തിരുന്ന ജ്യൂസ് എത്തി. കുറച്ചു നേരത്തേക്ക് ആ ക്യാബിനിൽ മൗനം നിറഞ്ഞു. കുടിക്കൂ. ആർദ്ര ഒരു ഗ്ലാസ് ജ്യൂസ് അവൾക്ക് മുൻപിലേക്ക് നീക്കി വെച്ചു. മുൻപിലിരിക്കുന്ന ഗ്ലാസ്സിലേക്ക് നോക്കിയതല്ലാതെ അവളത് കുടിച്ചില്ല. പകരം മോഹൻ്റെ വാക്കുകൾക്ക് കാതോർത്തു. ജ്യൂസിലൊന്ന് സിപ്പ് ചെയ്തുകൊണ്ട് മോഹൻ പറഞ്ഞു തുടങ്ങി. മാധവൻ്റെ ജാതകത്തിൽ ഒരു ദോഷമുണ്ട്. അവൻ ആദ്യം കല്യാണം കഴിക്കുന്ന കുട്ടിയുമായി അധികകാലം ജീവിക്കാനാവില്ല എന്ന്. അങ്ങനെയുള്ളപ്പോൾ ആ ആർദ്രമോളുമായുള്ള കല്യാണം നടന്നാൽ ശരിയാവില്ല. വലിയേടൻ തിരുമേനിയാണ് അവൻ്റെ ജാതകം എഴുതിയത്. അതുകൊണ്ട് റിസ്ക് എടുത്ത് ഒരു പരീക്ഷണത്തിന് മുതിരാനും ആവില്ല. മോഹനൊന്ന് നിർത്തി. അപ്പോഴും ഇതൊക്കെ തന്നോട് പറയുന്നത് എന്തിനാ എന്നുള്ള സംശയത്തിൽ അയാളെ തന്നെ നോക്കിയിരിക്കുകയാണ് തീർത്ഥ. തീർത്ഥ, ഒന്ന് സഹായിക്കണം. എനിക്കും മാധവനും ഒരുപാട് നാൾ ഒരുമിച്ച് ജീവിക്കണം. ആർദ്ര അവളുടെ കയ്യിൽ പിടിച്ചു. അതിന് ഞാൻ എന്താ ചെയ്യേണ്ടത്? കണ്ണുമിഴിച്ച് അവൾ ഇരുവരെയും നോക്കി. തീർത്ഥ മാധവനെ കല്യാണം കഴിക്കണം. കുറച്ച് നാളത്തേക്ക് മാത്രം. അവൻ്റെ ദോഷം തീരാൻ വേണ്ടി മാത്രം. അതിന് തീർത്ഥ ചോദിക്കുന്നത് എന്തും ഞങ്ങൾ തരാം. മോഹൻ പറഞ്ഞത് കേട്ട് തീർത്ഥ ഞെട്ടലോടെ കൈകൾ വലിച്ചു. വേറെ ഒരു പ്രശ്നവും ഉണ്ടാവില്ല. ആരും അറിയില്ല. ലീഗലി മാരേജും വേണ്ട. ദോഷം മാറാൻ ചടങ്ങുകൾ മാത്രം മതി. മാധവൻ്റെ ജാതകത്തിൽ മറഞ്ഞിരിക്കുന്ന മരണം അവൻ അവളിൽ നിന്നും മറച്ചു വെച്ചു. ഇല്ല, അതൊന്നും ശരിയാവില്ല. തീർത്ഥ പകപ്പോടെ ഇരുന്നിടത്തു നിന്നും ചാടി എഴുന്നേറ്റു. തീർത്ഥ, പ്ലീസ് കാം ഡൗൺ, ആർദ്ര ശബ്ദം താഴ്ത്തി പറഞ്ഞു. അപ്പോഴും അമ്പരപ്പ് മാറാതെ ഇരുന്നു കൊണ്ട് അവൾ മോഹൻ സാറിനെ നോക്കി. മോഹൻ നിരാശയോടെ ഇരിക്കുകയാണ്. എനിക്കറിയാം തീർത്ഥയ്ക്ക് പെട്ടെന്നൊന്നും അത് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയില്ല എന്ന്. ആർദ്ര വളരെ ശാന്തമായാണ് സംസാരിക്കുന്നത്. അവർ പറയുന്നതൊന്നും തന്നെ അവൾക്ക് മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല. ദോഷം മാറാൻ കല്യാണമോ? അതും ഇന്ന് വരെ കാണാത്ത അറിയാത്ത ഒരാളെ? ഇവരെന്താ ഉദ്ദേശിക്കുന്നത്? തീർത്ഥ അവരെ മിഴിച്ചു നോക്കി. താൻ വിചാരിക്കുന്നത് പോലെ അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. നമ്മൾ കുറച്ച് പേർ മാത്രം അറിഞ്ഞു നടത്തുന്ന ഒരു കല്യാണം. ഈ കല്യാണം കൊണ്ട് തീർത്ഥയ്ക്ക് ഒന്നും നഷ്ടപ്പെടില്ല. ലാഭം മാത്രമായിരിക്കും ഉണ്ടായിരിക്കുക. തീർത്ഥയുടെയും അനിയത്തിയുടെയും ജീവിതം തന്നെ രക്ഷപ്പെടും. എനിക്കെൻ്റെ മാധവനൊപ്പം ജീവിതകാലം മുഴുവൻ ജീവിക്കാനുമാകും. ആർദ്ര അവളെ പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ മോഹനാണെങ്കിൽ പ്രതീക്ഷയെല്ലാം നഷ്ടപ്പെട്ടിരുന്നു. അതുകൊണ്ട് തന്നെ അയാൾ മൗനം പാലിച്ചു. എന്തൊക്കെ പറഞ്ഞാലും എനിക്കിതിനാവില്ല. കല്യാണം പോലെ ഒരു കാര്യം വെച്ച് കളിക്കാൻ ഞാനില്ല. അതും ഞാൻ ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത ഒരാളുമായി. ദയവ് ചെയ്ത് എന്നെ ഇതിൽ നിന്നും ഒഴിവാക്കണം. ഇരുവർക്കും മുൻപിൽ കൈകൂപ്പിക്കൊണ്ട് തീർത്ഥ ഇരുന്നിടത്തു നിന്നും എഴുന്നേറ്റു. ആർദ്രയുടെ മുഖത്ത് പതിയെ നിരാശയുടെ കാർമേഘങ്ങൾ വന്നു മൂടി. എങ്കിലും വിട്ടുകൊടുക്കാൻ അവൾ തയ്യാറായിരുന്നില്ല. തീർത്ഥ, 2 മിനിറ്റ്. പുറത്തേക്കിറങ്ങാൻ തുടങ്ങിയ തീർത്ഥ മടുപ്പോടെ അവളെ തിരിഞ്ഞു നോക്കി. വേണ്ട മോളെ, തീർത്ഥ പൊയ്ക്കോട്ടെ. അവളിതെങ്ങാനും ഓഫീസിൽ ചെന്ന് പറയുമോ എന്നുള്ള പേടിയിലാണ് മോഹൻ. അതല്ല ചെറിയച്ച,
തീർത്ത അല്ലെങ്കിൽ വേറൊരു പെണ്ണ്. 3 കോടിക്ക് ഫിലിം സ്റ്റാർ വരെ വരും. പക്ഷേ അതല്ല എൻ്റെ ഏജ് ഉണ്ടാവുള്ളൂ തീർത്തയ്ക്ക്, അല്ലേ? കണ്ണു മിഴിച്ചിരുന്ന തീർത്തയെ ഒന്ന് നോക്കിക്കൊണ്ട് അവൾ തുടർന്നു. അനിയത്തിയെ നോക്കാൻ തീർത്ത എത്രത്തോളം സ്ട്രഗിൾ ചെയ്യുന്നുണ്ടെന്ന് ചെറിയച്ഛനറിയാമല്ലോ. അപ്പോൾ പിന്നെ അങ്ങനെയൊരാൾക്ക് ക്യാഷ് കൊടുക്കുന്നതല്ലേ നല്ലത്? അവരുടെ ലൈഫ് രക്ഷപ്പെടില്ലേ? അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ആർദ്ര മോഹനെ നോക്കി. 3 കോടിയെന്ന് കേട്ടപ്പോൾ തന്നെ കിളി പാറിയിരിക്കുകയാണ് മോഹൻ. കൂടിപ്പോയാൽ 10 ലക്ഷം. അതിനപ്പുറത്തേക്ക് ഈ ഡീലിന് അയാൾ വില കൽപ്പിച്ചിരുന്നില്ല. ചെറിയച്ഛൻ പറഞ്ഞ തൻ്റെ കാര്യങ്ങളൊക്കെ ഒരുവിധം എനിക്കറിയാമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ തന്നെ ചൂസ് ചെയ്തത്. ആർദ്ര മുൻപോട്ടാഞ്ഞിരുന്നു. താനിപ്പോൾ നല്ല കൺഫ്യൂസ്ഡ് ആണെന്ന് തോന്നുന്നു. അതുകൊണ്ട് ഇപ്പോൾ ഒരു മറുപടി പറയണ്ട. ആലോചിച്ചിട്ട് വൈകാതെ ഒരു മറുപടി തന്നാൽ മതി. തീർത്തയുടെ മറുപടി പോസിറ്റീവായാലും നെഗറ്റീവായാലും ഒരു നല്ല ഫ്രണ്ടായി ഞാൻ തൻ്റെ കൂടെയുണ്ടാകും. അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് ആർദ്ര അലിവോടെ ഒന്ന് ചിരിച്ചു. തലയാട്ടിക്കൊണ്ട് തീർത്ത വേഗം അവിടെ നിന്നും എഴുന്നേറ്റ് പുറത്തേക്ക് നടന്നു. ആ ക്യാബിന് പുറത്തെത്തിയപ്പോഴാണ് അവൾക്ക് ശ്വാസം നേരെ വീണത്. റെസ്റ്റോറൻറ്റിൽ നിന്നും പുറത്തേക്ക് നടക്കുമ്പോൾ തീർത്ത ആർദ്ര പറഞ്ഞ കാര്യങ്ങൾ ആലോചിച്ചുകൊണ്ടിരുന്നു. 3 കോടി. ആ ഒരു തുകയിൽ അവളുടെ മനസ്സ് കുരുങ്ങിക്കിടന്നു. തൻ്റെ ആയുസ്സിൽ ആ തുകയുടെ 10-1 പോലും തനിക്ക് സമ്പാദിക്കാനാവില്ല. അവൾക്ക് നന്നായിട്ടറിയാമായിരുന്നു അത്. പക്ഷേ ആ ഒരു വലിയ തുകയ്ക്കായി താൻ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരാളെ വിവാഹം കഴിക്കേണ്ടി വരുന്നതിനെക്കുറിച്ച് അവൾ ആകുലതപ്പെട്ടു. ഒരു തീരുമാനമെടുക്കാനാകാതെ അവൾ ബസ് സ്റ്റോപ്പിലേക്ക് നടന്നു. മോൾ എന്താ ഈ പറഞ്ഞത്? 3 കോടിയോ? അതത്ര ചെറിയ തുകയാണെന്നാണോ മോളുടെ വിചാരം? 10 ലക്ഷത്തിന് മുകളിലൊന്നും ഈ ഡീലിന് സ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. വെപ്രാളത്തോടെ മോഹൻ്റെ ചോദ്യം കേട്ട് ആർദ്ര മെല്ലെ ഒന്ന് പുഞ്ചിരിച്ചു. അതൊരു കൊളുത്തല്ലേ ചെറിയച്ച? ആ കൊളുത്തിൽ എന്തായാലും അവൾ കുടുങ്ങും. ആർദ്ര മുന്നിലിരുന്ന ജ്യൂസ് ഒന്ന് സിപ്പ് ചെയ്തു. അവൾ പറഞ്ഞത് മനസ്സിലാകാതെ മോഹൻ അവളെ തന്നെ നോക്കിയിരുന്നു. ചെറിയച്ഛൻ പറഞ്ഞ 10 ലക്ഷം രൂപയാണ് ഈ കൊളുത്തിലെ നമ്മുടെ ഇര. അതവൾ വിഴുങ്ങിയാൽ പിന്നെ നമ്മുടെ പ്ലാൻ സക്സസ് ആയി. ആർദ്ര മുന്നോട്ട് ആഞ്ഞിരുന്നു. മോള് പറയുന്നതൊന്നും എനിക്ക് മനസ്സിലാകുന്നില്ല. ഒന്ന് തെളിയിച്ച് പറ. തല ചൊറിഞ്ഞുകൊണ്ട് അയാൾ പറഞ്ഞു. 3 കോടി രൂപയ്ക്ക് വേണ്ടി അവൾ ഇതിന് സമ്മതിക്കും. അവളുടെ വിശ്വാസം പിടിച്ചു പറ്റാനായി നമ്മൾ ആദ്യം ഒരു 10 ലക്ഷം രൂപ കൊടുക്കും. ബാക്കി തുക ഡിവോഴ്സ് ആയതിനു ശേഷം തരാമെന്നും പറയും. ഇനിയെങ്ങാനും ജാതകത്തിലുള്ള മരണം അവൾ അറിഞ്ഞാൽ 10 ലക്ഷം രൂപ അഡ്വാൻസായി വാങ്ങിയതുകൊണ്ട് അവൾക്ക് പിന്നെ ഇതിൽ നിന്നും പിന്മാറാനാകില്ല. അതാണ് എൻ്റെ പ്ലാൻ. ആർദ്ര പറഞ്ഞു നിർത്തി. എൻ്റെ പൊന്നു മോളെ, എനിക്കൊരു മകനുണ്ടായിരുന്നുവെങ്കിൽ ഞാൻ എന്തായാലും നിന്നെ അവനെ കൊണ്ട് കെട്ടിച്ചേനെ. മോഹന് അവളുടെ ബുദ്ധിയിൽ മതിപ്പ് തോന്നി. അധികം സന്തോഷിക്കേണ്ട ചെറിയച്ച. ഇതിലും വലിയൊരു കടമ്പയുണ്ട് നമുക്ക് മുന്നിൽ. മാധവ്. അവനെ എങ്ങനെ സമ്മതിപ്പിക്കും? 3 ദിവസമായി ഞാൻ നിർത്താതെ കോൾ ചെയ്യുന്നു. ഒരു തവണ പോലും റിപ്ലൈ ഇല്ല. വാട്സപ്പ്, ഇൻസ്റ്റ, എന്തിന് ഗൂഗിൾ പേ വരെ എന്നെ ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. നിരാശയിൽ ആർദ്രയുടെ മുഖമൊന്നു മങ്ങി. അതോർത്ത് മോൾ ടെൻഷനാകണ്ട. അവൻ്റെ അച്ചമ്മ ഇപ്പോൾ വീട്ടിലെത്തിയിട്ടുണ്ടാകും. എല്ലാം അമ്മ ശരിയാക്കിക്കോളും. പക്ഷേ അതല്ല, അവൻ സമ്മതിച്ചാലും കല്യാണത്തിന് മുൻപ് ആ പെൺകുട്ടിയുടെ കാണണമെന്ന് അവൻ പറയില്ലേ? അപ്പോൾ ഇതെല്ലാം അവളെ അറിയിച്ചാലോ? മോഹൻ സംശയത്തോടെ ചോദിച്ചു. തീർത്തയുടെ ബാക്ക്ഗ്രൗണ്ട് ഞാൻ അന്വേഷിച്ചതാണ്. മാധവനെ പോലെ അവൾക്കും ഈ ജാതകത്തിലോ ദോഷത്തിലോ അങ്ങനെയൊന്നും വിശ്വാസമില്ല. അതുകൊണ്ട് 3 കോടി രൂപ കിട്ടുന്ന ഈ ഡീല് വിട്ടുകളയാൻ സാധ്യതയില്ല. ആർദ്ര ആത്മവിശ്വാസത്തോടെ പറഞ്ഞു. എന്നാ കൊള്ളാം. കുറച്ചു നേരം കൂടി സംസാരിച്ചിരുന്നതിന് ശേഷം ബില്ലും പേ ചെയ്തുകൊണ്ട് അവർ അവിടെ നിന്നും ഇറങ്ങി. ഇതേ സമയം ബസ് സ്റ്റോപ്പിൽ ബസ് കാത്തു നിൽക്കുകയാണ് തീർത്ത. ശിവു വേണിയുടെ വീട്ടിലായതുകൊണ്ട് അവളെ എടുക്കാനായി അങ്ങോട്ട് പോകണം. ആ സ്ഥലത്തേക്കാണെങ്കിൽ അധികം ബസ്സുകളുമില്ല. ഓട്ടോയ്ക്കാണെങ്കിൽ 500 രൂപയ്ക്ക് അടുത്താകും. ആ രൂപയുണ്ടെങ്കിൽ 2 ദിവസം ചിലവ് നടക്കും എന്നാണ് അവൾ കരുതുന്നത്. ബസ് കാത്ത് വേറെയും ആളുകൾ ഉള്ളതുകൊണ്ട് ധൈര്യത്തിൽ തന്നെ അവൾ സ്റ്റോപ്പിൽ നിന്നു. കുറച്ചു കഴിഞ്ഞതും വേറെ റൂട്ടിലേക്കുള്ള ബസ് വന്നതും അവിടെ ഉണ്ടായിരുന്ന ആളുകളിൽ ഭൂരിഭാഗവും ആ ബസ്സിലേക്ക് കയറി. അവശേഷിക്കുന്നത് 2-3 പേര് മാത്രം. ഇനി ഇവിടെ നിന്നാൽ ബസ് കിട്ടുമെന്ന് തോന്നുന്നില്ല മോളെ. സ്റ്റാൻഡിലേക്ക് പോകുന്നതാണ് നല്ലത്. ഏതെങ്കിലും കാലി ഓട്ടോയ്ക്ക് കൈ കാണിക്ക്. കൂടെ ഉണ്ടായിരുന്ന ഒരു വയസ്സായ ചേട്ടൻ അതും പറഞ്ഞുകൊണ്ട് വന്ന ഒരു ബൈക്കിന് കൈ കാണിച്ച് അതിൽ കയറിപ്പോയി. ഇപ്പോൾ ബസ് സ്റ്റോപ്പിൽ തീർത്തയും ഒരു ചേച്ചിയും മാത്രം. ഒരാളെങ്കിലും കൂടെയുണ്ടല്ലോ എന്നുള്ള ആശ്വാസത്തിലാണ് അവൾ. ഇതിനിടയിൽ വേണി വിളിക്കുന്നുണ്ട്. പിക്ക് ചെയ്യാൻ വരണോ എന്ന് അവൾ ചോദിച്ചെങ്കിലും തീർത്ത വേണ്ട, ബസ്സിന് വന്നോളാം എന്ന് പറഞ്ഞ് കോൾ കട്ട് ചെയ്തു. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ആ ചേച്ചിയുടെ ഏതോ ഒരു ബന്ധു വന്ന് അവരെ കൂട്ടിക്കൊണ്ടുപോയി. ബസ് സ്റ്റോപ്പിൽ തീർത്ത തനിച്ചായി. പരിചയമില്ലാത്ത സ്ഥലത്ത് രാത്രി ഒറ്റയ്ക്ക് നിൽക്കേണ്ടി വന്നപ്പോൾ അവൾക്കുള്ളിൽ നേരിയ ഭയം അരിച്ചിറങ്ങി. അവൾ റോഡിലേക്കിറങ്ങി. ഏതെങ്കിലും വണ്ടി കിട്ടുമോ എന്ന് നോക്കി. 2-3 ഓട്ടോയ്ക്ക് കൈ കാണിച്ചെങ്കിലും അതിൽ ആളുകൾ ഉള്ളതുകൊണ്ട് അത് നിർത്താതെ കടന്നുപോയി. എന്തായാലും വേണിയെ തന്നെ വിളിക്കാം എന്ന് കരുതി അവൾ ഫോൺ എടുത്തതും അത് സ്വിച്ച് ഓഫ് ആയിരുന്നു.
അവളത് ഓണാക്കാൻ ശ്രമിച്ചെങ്കിലും സ്ക്രീനൊന്ന് മിന്നിയിട്ട് അത് വീണ്ടും ഓഫായിപ്പോയി. ഓഫായ ഫോണിലേക്ക് നോക്കവേ തീർത്ഥയ്ക്ക് കരച്ചിൽ വന്നു. ഇനി എന്ത് ചെയ്യും? നിറഞ്ഞ കണ്ണുകളോടെ അവൾ റോഡിലേക്ക് നോക്കി നിന്നു. പരിചയമില്ലാത്ത വണ്ടിയിൽ കയറിപ്പോകാൻ പേടി തോന്നുന്നുണ്ടെങ്കിലും അവിടെ നിന്നും പോകാൻ വേറൊരു നിവൃത്തിയില്ലാത്തതുകൊണ്ട് അവൾ വേറെ വണ്ടികൾക്ക് കൈ കാണിച്ചെങ്കിലും ഒന്നും നിർത്തിയില്ല. ഷോ, ഫോണും ഓഫായി. ശിവു പേടിക്കുമല്ലോ. തീർത്ത ടെൻഷനായി. പെട്ടെന്ന് ദൂരെ നിന്നും ഒരു കാറ് വരുന്നത് കണ്ട് അവൾ റോഡിനോരത്തേക്ക് നീങ്ങി നിന്നുകൊണ്ട് കൈ കാണിച്ചു. ആ കാർ നിർത്താതെ അവളെയും കടന്നു പോയപ്പോൾ തീർത്ത നിരാശയോടെ തല കുമ്പിട്ടു. പെട്ടെന്ന് ആ കാർ റിവേഴ്സ് എടുത്ത് വന്നു. തീർത്ത പ്രതീക്ഷയോടെ കാറിലേക്ക് നോക്കി. കൂളിംഗ് പേപ്പർ ഒട്ടിച്ചിരുന്ന ഗ്ലാസ് പതിയെ താഴ്ന്നു. അതിലൊരു ചെറുപ്പക്കാരനായിരുന്നു. എവിടേക്കാ? ഗാംഭീര്യമുള്ള ശബ്ദത്തിൽ അയാൾ ചോദിച്ചു. പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്, അവൾ പറഞ്ഞു. കയറിക്കോ. അയാൾ ഡോർ അൺലോക്ക് ചെയ്തു. പരിചയമില്ലാത്ത ആൾക്കൊപ്പം കാറിൽ കയറി പോകാൻ മനസ്സ് മടിക്കുന്നുണ്ടെങ്കിലും വേറെയൊരു വഴിയില്ലാത്തതുകൊണ്ട് അവൾ കാറിനകത്തേക്ക് കയറി. AC-യുടെ തണുപ്പിനൊന്നും ഹൃദ്യമായ ഒരു ഗന്ധം ആ കാറിനകത്തുണ്ടായിരുന്നു. എവിടെയാ വർക്ക് ചെയ്യുന്നത്? ഡ്രൈവിങ്ങിനിടെ അയാൾ ചോദിച്ചു. തീർത്ത കമ്പനിയുടെ പേര് പറയാൻ തുടങ്ങിയപ്പോഴേക്കും അയാളുടെ ഫോൺ റിംഗ് ചെയ്തു. എക്സ്ക്യൂസ് മീ. അവളുടെ അനുവാദത്തോടെ അയാൾ കോൾ അറ്റൻഡ് ചെയ്തു. മുഖത്തെ ഗൗരവത്തിൽ നിന്നും എന്തോ ഒഫീഷ്യൽ കോൾ ആണെന്ന് അവൾക്ക് തോന്നി. അയാളുടെ സംസാരത്തിൽ നിന്നും അയാൾ ഒരു ബാങ്ക് എംപ്ലോയി ആണെന്ന് അവൾക്ക് മനസ്സിലായി. ബസ് സ്റ്റാൻഡിൽ എത്തുന്നതുവരെ അയാൾ ഫോണിൽ സംസാരം തുടർന്നു. താങ്ക്സ്. കാറിൽ നിന്നും ഇറങ്ങിക്കൊണ്ട് അവൾ പറഞ്ഞപ്പോൾ ചെറുപുഞ്ചിരിയോടെ തലയാട്ടിക്കൊണ്ടയാൾ കാർ മുന്നോട്ടെടുത്തു. ബസ് സ്റ്റാൻഡിൽ നിന്നും അവൾക്ക് വേഗം ബസ് കിട്ടി. വേണിയുടെ വീട്ടിലെത്തിയപ്പോൾ വേണിയും വേണിയുടെ അമ്മയും ശിവവും ആദിയുടെ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ നിൽപ്പുണ്ടായിരുന്നു. അവരെ സമാധാനിപ്പിച്ചുകൊണ്ട് അവൾ അകത്തേക്ക് കയറി. ശിവുവിനെയും കൂട്ടി പോകാനിറങ്ങിയ തീർത്ഥയോട് ഭക്ഷണം കഴിച്ചിട്ട് പോയാൽ മതിയെന്ന് വേണിയുടെ അമ്മ പറഞ്ഞു. അമ്മയുടെ നിർബന്ധപ്രകാരം തീർത്ഥ അതിന് സമ്മതിച്ചു. ശിവു TV-യിൽ കാർട്ടൂൺ കണ്ടിരിക്കുമ്പോൾ തീർത്ഥ വേണിയെയും കൂട്ടി ടെറസിലേക്ക് നടന്നു.